മണ്ഡലത്തിൽ വോട്ട് തേടി മുഖ്യമന്ത്രിയുടെ റാലി തുടരുകയാണ്. വൈകിട്ട് മൂത്തേടത്തും നിലമ്പൂരിലും പ്രിയങ്ക ഗാന്ധി റോഡ് ഷോ നടത്തും. PV അൻവറിന് വേണ്ടി തൃണമൂൽ MPയും മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പഠാനും മണ്ഡലത്തിലുണ്ട്. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, താര പ്രചാരകരെ കളത്തിലിറക്കിയുള്ള അവസാന ലാപ്പ് പ്രചാരണത്തിലാണ് നിലമ്പൂർ എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ്, എത്രത്തോളമാണ് ആവേശം? അശ്വതി, താരപ്രചാരകരുടെ ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രവർത്തകർ അതിന്റെ ഒരു കൊട്ടിക്കലാശ ആവേശത്തിലേക്ക് അടുക്കുന്ന രീതിയിൽ പ്രതീതി ജനിപ്പിക്കുകയാണ്. വളരെ റോഡ് ഷോകളടക്കം അണിനിരത്തിക്കൊണ്ടാണ് ഇന്ന് മുതലുള്ള പ്രചരണ കോലാഹലങ്ങൾ നടക്കുന്നത്. മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ട്. ആ തരത്തിൽ പ്രവർത്തകരെ അണിനിരത്തി ഇടതു ക്യാമ്പിന് ആവേശം പകരുന്നു. ഒപ്പം താരപ്രചാരകയായി പ്രിയങ്ക ഗാന്ധി എന്ന UDF വേണ്ടി മണ്ഡലത്തിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയും ആരംഭിക്കും. മണ്ഡലത്തിന്റെ രണ്ടിടങ്ങളിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഈ റോഡ് ഷോ ആരംഭിക്കാനാണ് UDFും ലക്ഷ്യമെടുത്തത്. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. മഴ തൽക്കാലത്തേക്കെങ്കിലും മാറി നിൽക്കുന്നു. അങ്ങനെ അനുകൂല സാഹചര്യത്തിൽ അതിശക്തമായ പ്രചരണ രംഗത്തേക്ക് തന്നെ മുന്നണികൾ വരുന്നു എന്നതാണ് സാഹചര്യം. യൂസഫ് പത്താനാണ് PV അൻവറിനെ സംബന്ധിച്ചുള്ള താരപ്രചാരകൻ. അങ്ങനെ യൂസഫ് പത്താനെയും രംഗത്തിറക്കിക്കൊണ്ട് അൻവർ ക്യാമ്പും സജീവമാണ്. PV അൻവർ ഒരു ഘട്ടത്തിൽ പ്രചരണ രംഗത്ത് ഏറെ പിന്നിലോട്ട് പോയി എന്ന തോന്നലുണ്ടായെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് അൻവറും കളം നിറയുന്നു എന്നതാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ പോരിനെ വ്യത്യസ്തമാക്കുന്ന സാഹചര്യം എന്നതാണ് പ്രത്യേകത. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന എന്തായാലും ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിലും വലിയ ചർച്ചകൾ കിടവയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ക്ഷേമ പെൻഷൻ തുടക്കം മുതൽ തന്നെ നിലമ്പൂരിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാകും എന്ന തിരിച്ചറിവിൽ തന്നെ ഇടതു ക്യാമ്പ് ഇത് ബോധപൂർവമായി തന്നെ ചർച്ചയാക്കാൻ വീണ്ടും ശ്രമിക്കുന്നതാണോ എന്ന തരത്തിൽ പോലും സംശയിക്കാം. കാരണം ആ തരത്തിലേക്ക് ക്ഷേമ പെൻഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കൊണ്ടുവരുന്നു. സാധാരണക്കാർ ആളുകൾ ഏറെ താമസിക്കുന്ന ഒരു ഇടമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ള അടിസ്ഥാന ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഏറെ പ്രാധാന്യം കിട്ടും. ആ തിരിച്ചറിവിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത്. മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന് UDF ആരോപിച്ച് രംഗത്തെത്തിയാലും സ്വാഭാവികമായും ഈ വിഷയം മണ്ഡലത്തിൽ വീണ്ടും ചർച്ച ചെയ്തതിന് ഇടയുണ്ടാക്കിയേക്കാം. അത്തരമൊരു രാഷ്ട്രീയം ഇടതുമുന്നണി മുന്നിൽ കാണുന്നുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ പശ്ചിമേഷ്യൻ സംഘർഷ വിഷയം, ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF സഹകരണ വിഷയം, അതിൽ കൊണ്ടും കൊടുത്തും ഇരു മുന്നണികളും നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ മാറിമറിഞ്ഞ് നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നു. അത് തുടരുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ അവസാന ദിവസങ്ങൾ താരപ്രചാരകരാണ്. മുഖ്യമന്ത്രിയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും ശക്തനായ താരപ്രചാരകൻ. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പരമാവധി വേദികളിൽ അണിനിരത്തുക എന്നതാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ പൊതുപരിപാടിയാണ് നടന്നത്. വീണ്ടും അദ്ദേഹം വിവിധ ഇടങ്ങളിലെ പൊതുപരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വലിയ ആൾക്കൂട്ടത്തെയും കൊണ്ടുവരാൻ ഇടതുമുന്നണി ക്യാമ്പുകളും ശ്രമിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയാണ് UDFിന് വേണ്ടി ഏറ്റവും ശക്തമായ ആൾക്കൂട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രചാരക. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ ഇടങ്ങളിലെല്ലാം ആ തരത്തിലുള്ള ആൾക്കൂട്ടവും ഉണ്ടാകുമെന്ന് കരുതുന്നു. അല്പസമയത്തോടെ തന്നെ